ഒടുവിൽ ഇന്ത്യയുടെ ആ സ്വപ്നം പൂവണിയുകയാണ്. മിന്നൽ വേഗത്തിൽ ബുള്ളറ്റ് ട്രെയിൻ. ഇന്ത്യയുടെ ആദ്യ ഷിങ്കൻസെൻ ബുള്ളറ്റ് ട്രെയിൻ ജപ്പാനിൽ പരീക്ഷണ ഓട്ടം ആരംഭിച്ചു. മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗതയാണ് ഇതിന് ഉണ്ടാവുക. 2 മണിക്കൂർ 7 മിനിറ്റിൽ മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് അതെത്തും. 12 സ്റ്റേഷനുകളാണ് ഇതിനുണ്ടാവുക. ഭൂഗർഭ, കടൽ തുരങ്കങ്ങൾ ഇതിനുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ലോകോത്തര നിലവാരമുള്ള ഒരു റെയിൽവേ നെറ്റ്വർക്ക് ലോകത്തിലേക്ക് ഇത് വരുന്നതോടുകൂടിയിട്ട് നീങ്ങും. വന്ദേ ഭാരത് അതിൻ്റെ ഒരു തുടക്കമായിരുന്നു. കാരണം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിന് ശേഷം ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ട്രെയിനുകളെല്ലാം ഏകദേശം ഒരേ മാതൃകയിലാണ് പണിതിട്ടുള്ളത്. പക്ഷേ വന്ദേ ഭാരത് വന്നതിന് ശേഷം ഇലക്ട്രിക് ട്രെയിനിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കപ്പെട്ടു. എഞ്ചിനില്ലാത്ത ട്രെയിനുകൾ ആണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. റഷ്യയിൽ നിന്നാണ് അതുപോലുള്ള കോച്ചുകൾ നിർമ്മിച്ചിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ ശാന്തമായിട്ടുള്ള ട്രെയിനാണ്. അതിന് എഞ്ചിനില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാണാൻ വളരെ ഭംഗിയുണ്ട്. അതിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയേഴ്സൊക്കെ വളരെ അടിപൊളിയാണ്. ഒരു ഫോറിൻ ലുക്ക് ആൻഡ് ഫീലാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ജപ്പാനിലെ ഷിങ്കൻസെൻ ബുള്ളറ്റ് ട്രെയിനുകൾ ഇന്ത്യയിൽ വരുന്നതോടുകൂടിയിട്ട് ഇന്ത്യ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരാനായിട്ട് പോവുകയാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഭരണപരിഷ്കാരങ്ങളിലൊരു പരിഷ്കാരമാണ് മുംബൈ അഹമ്മദാബാദ് റൂട്ട്. വളരെയധികം തിരക്കുള്ള റൂട്ടാണ്. ഒരുപാട് ബിസിനസ്സുകാർ അനുദിനവും മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്കും അഹമ്മദാബാദിൽ നിന്ന് മുംബൈയിലേക്കൊക്കെ നിരന്തരം വന്നും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മുകേഷ് അംബാനിയുടെ പ്ലാന്റ്, റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ പ്ലാന്റൊക്കെ ഗുജറാത്തിലാണ് ഇരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് സംരംഭങ്ങളാണ് മുംബൈയും അഹമ്മദാബാദിനെയും കണക്ട് ചെയ്തിട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലുള്ള മാതിരിയല്ല. ദശലക്ഷം കോടി രൂപയുടെ വ്യാപാര വ്യവസായ കരാറുകളാണ് അനുദിനവും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സാധ്യമാക്കണമെന്നുണ്ടെങ്കിൽ ജപ്പാനിൽ ഷിങ്കൻസെൻ ട്രെയിനുകൾ ഓടുന്നത് പോലെ വളരെ വേഗത്തിലുള്ള ട്രെയിനുകൾ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്ന ട്രെയിനിന് 320 കിലോമീറ്റർ വേഗതയേ ഉള്ളൂ എങ്കിലും കാലക്രമേണ അത് 600 കിലോമീറ്റർ വേഗത്തിലേക്കൊക്കെ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് കഴിയും. കാരണം ജപ്പാനിലൊക്കെ 1000 കിലോമീറ്റർ വേഗത്തിലുള്ള ട്രെയിനുകളാണ് ഓടുന്നത്. ചൈനയിലും അപ്രകാരം തന്നെയാണ്. ഷിങ്കൻസെൻ ട്രെയിനുകൾ കിടുകാച്ചി സാങ്കേതികതയുള്ള ട്രെയിനുകളാണ്. ജപ്പാനിലെ എല്ലാ ഗ്രാമങ്ങളും ഉപഗ്രാമങ്ങളും പട്ടണങ്ങളും ഉപപട്ടണങ്ങളും ബന്ധിപ്പിക്കത്തക്ക നിലയിലുള്ള റെയിൽവേ നെറ്റ്വർക്കാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് അവിടുത്തെ ജീവിതം വളരെ വേഗതയുള്ളതാണ്. ചരക്ക് ഗതാഗതം വളരെ വേഗത്തിലാണ് പോകുന്നത്. ബിസിനസ് മണ്ഡലങ്ങൾ വളരെ വേഗത്തിലാണ് പോകുന്നത്. നമ്മുടെ രാജ്യത്ത് അത് ഒരു സ്വപ്നമായിരുന്നു ഇത്രയും നാളും. പക്ഷേ ഇനി അതൊരു യാഥാർത്ഥ്യമായി തീരാൻ പോവുകയാണ്.